വലിയ വാഗ്ദാനങ്ങളും പദ്ധതികളുമായി അധികാരത്തിലേറിയ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ഒരുപറ്റം മന്ത്രിമാരുണ്ട്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെക്കാൾ മികച്ചതെന്ന ലേബലിൽ അവതരിപ്പിച്ച പല മന്ത്രിമാർക്കും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും മന്ത്രിസഭയിലെ പല മന്ത്രിമാരെയും വകുപ്പുകളെയും ജനങ്ങൾക്ക് അറിയാൻ കഴിയാത്തത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭരണം നടത്താൻ സാധിക്കാതെ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അത്തരത്തിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി പ്രസാദ് മന്ത്രി പദവിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തല നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പി പ്രസാദ് മന്ത്രിസഭയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ചേർത്തല നിയമസഭാ മണ്ഡലം. ചേർത്തല മുനിസിപ്പാലിറ്റിയെ കൂടാതെ ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, കഞ്ഞിക്കുഴി, മുഹമ്മ, പട്ടണക്കാട്, തണ്ണീർമുക്കം, വയലാർ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് ചേർത്തല നിയമസഭാ മണ്ഡലം. 83,702 വോട്ടുകൾ നേടിയാണ് പി പ്രസാദ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ് ശരത്ത് 77,554 വോട്ടുകൾ നേടി മികച്ച മത്സരം കാഴ്ചവെച്ചിരുന്നു. 6,142 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് പ്രസാദിന് നേടാൻ കഴിഞ്ഞത്. 2016 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയോട് തോൽവി ഏറ്റുവാങ്ങിയ പി പ്രസാദ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ച് മന്ത്രിപദത്തിലേക്ക് എത്തിയത് വലിയ ആവേശത്തോടെയായിരുന്നു കേരളത്തിലെ CPI നേതൃത്വം നോക്കിക്കണ്ടത്. എന്നാൽ പി പ്രസാദ് മന്ത്രിപദത്തിലേക്ക് വന്നപ്പോൾ നേതൃത്വത്തിന്റെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. കൃഷിവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടും നെല്ല് സംഭരിച്ചതിന് കർഷകർക്ക് കൃത്യസമയത്ത് പണം ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടായി. കുട്ടനാട് മേഖലയിലെ ഉപ്പുവെള്ളം കയറിയ പാടശേഖരങ്ങൾ കർഷകരെ പ്രതിസന്ധിയിലാക്കി. അരിയുടെ വില കുത്തനെ ഉയർന്നു. ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ ഈ ഭരണകാലത്തുണ്ടായി. ഇവയൊന്നും ഫലപ്രദമായി പരിഹാരം കാണാൻ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല. മാത്രവുമല്ല, ആലപ്പുഴയിൽ CPM നിലനിൽക്കുന്ന വിഭാഗീയതയും വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹരിപ്പാട് ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയത സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളോട് മാത്രമായി സംസാരിക്കുമ്പോഴായിരുന്നു വിഭാഗീയതയിലും വോട്ട് ചോർച്ചയിലുമുള്ള അതൃപ്തി പിണറായി പ്രകടിപ്പിച്ചത്. വിഭാഗീയതയുടെ തുരുത്തുകൾ ആലപ്പുഴ ജില്ലയിൽ ഇനിയും അവശേഷിക്കുന്നുവെന്ന പരാമർശം എറണാകുളത്തെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലുണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും അതിപ്പോഴും തുടരുന്നതിലുള്ള അതൃപ്തിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ അന്ന് പ്രതിഫലിച്ചത്. നഷ്ടപ്പെട്ട വോട്ട് തിരികെ പിടിക്കണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി. ആശയപരമായ ഭിന്നതയേക്കാൾ നേതാക്കളുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ആലപ്പുഴയിലെ CPM വിഭാഗീയതയുടെ പ്രത്യേകത. വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാക്കളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതരുതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ വീണ്ടെടുക്കണമെന്ന നിർദ്ദേശം പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. CPMന്റെ മുതിർന്ന നേതാവ് G സുധാകരനെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത് ജില്ലയിൽ ഇടതിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കിയിരുന്നു. G സുധാകരന്റെ പറവൂരിലെ വീടിന് തൊട്ടടുത്താണ് CPM ഏരിയ സമ്മേളനം നടന്നത്. എന്നിട്ടും ഉദ്ഘാടന ചടങ്ങിലേക്കും പൊതുസമ്മേളനത്തിലേക്കും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഇത്തരത്തിൽ നേതൃത്വത്തിലെ പടലപ്പിണക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ പി പ്രസാദിന് അടുത്ത തവണ മണ്ഡലത്തിൽ തോൽവിയാകും ബലമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.